നമസ്കാരം. ഹരിയാനയിൽ പ്ലേ സ്കൂൾ അധ്യാപികയുടെ മൃതദേഹം വയലിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാതെ ഒത്തുകളിച്ച പോലീസിനെതിരെ വൻ പ്രതിഷേധം. ഭിവാനിയിലെ സിംഗാനി സ്വദേശിനിയായ 19-കാരി മനീഷയുടെ കൊലപാതകത്തിലാണ് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഓഗസ്റ്റ് 13-നാണ് പ്ലേ സ്കൂൾ അധ്യാപികയെ മനീഷയെ സിംഘാനിയിലെ വയലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു യുവതിയുടെ മൃതദേഹം. അതേസമയം സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതോടെയാണ് പ്രതിഷേധം കടുത്തത്. യുവതിയെ കൊലപ്പെടുത്തിയവരെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചും ഞായറാഴ്ച ഭിവാനിയിലെ കടകമ്പോളങ്ങൾ അടച്ചിട്ടു. ഇതിനു പിന്നാലെ മഹാപഞ്ചായത്തും ചേർന്ന് സർക്കാരിൽ നിന്ന് ശക്തമായ നടപടി ആവശ്യപ്പെട്ടു. പ്രതിഷേധം കടുത്തതോടെ അധ്യാപികയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭിവാനി SP അടക്കം 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചു. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച ആരോപിച്ചാണ് ഭിവാനി SPയെയും 5 പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഉത്തരവിറക്കിയത്. കേസിന്റെ അന്വേഷണം മുഖ്യമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്ന് മന്ത്രി ശ്രുതി ചൗധരിയും പറഞ്ഞു. ഓഗസ്റ്റ് 11-ാം തീയതി മുതലാണ് മനീഷയെ കാണാതായത്. 11-ാം തീയതി സമീപത്തെ നഴ്സിംഗ് കോളേജിൽ ഒരു കോഴ്സിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താനാണ് മനീഷ പ്ലേ സ്കൂളിൽ നിന്ന് പോയത്. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും മനീഷ വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഫോൺ വിളിച്ചിട്ട് പ്രതികരണവും ഉണ്ടായില്ല. ഇതോടെ മകളെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകി. എന്നാൽ പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം നടത്താൻ കൂട്ടാക്കിയില്ലെന്നും പിതാവിനെ അപമാനിച്ചുവെന്നുമാണ് ആരോപണം. മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാകാമെന്നും 2 ദിവസം കഴിഞ്ഞാൽ തിരികെ വന്നോളുമെന്നാണ് പോലീസ് പറഞ്ഞതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. തുടർന്ന് കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പിന്നാലെ കുടുംബാംഗങ്ങൾക്കൊപ്പം മനീഷ പോയ നഴ്സിംഗ് കോളേജിലെത്തിയും പോലീസ് അന്വേഷണം നടത്തി. മദ്യലഹരിയിലായിരുന്ന 3 പുരുഷന്മാരാണ് ഈ സമയം കോളേജിലുണ്ടായിരുന്നത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും മനീഷയെ കണ്ടിട്ടില്ലെന്നായിരുന്നു ഇവരുടെ മൊഴി. അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ കോളേജ് അടച്ചിരുന്നതായും ഇവർ പറഞ്ഞു. തുടർന്ന് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഓഗസ്റ്റ് 13-ാം തീയതി കനാലിന് സമീപത്തെ വയലിൽ മനീഷയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം വിട്ടുകൊടുത്തെങ്കിലും ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. മകളെ കൊലപ്പെടുത്തിയവരെ പിടികൂടാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. പോലീസ് പരാതി സ്വീകരിക്കാൻ മടിച്ചതും അന്വേഷണം വൈകിപ്പിച്ചതുമാണ് മനീഷയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നും കുടുംബം ആരോപിച്ചു. ഇതിനു പിന്നാലെ മനീഷയുടെ കൊലപാതകത്തിൽ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. നാട്ടുകാർ ഡൽഹി പിലാനി റോഡ് ഉപരോധിച്ചു. കടകമ്പോളങ്ങൾ അടച്ചിട്ടും പ്രതിഷേധിച്ചു. മഹാപഞ്ചായത്ത് ചേർന്നും പ്രതിഷേധം രേഖപ്പെടുത്തി. യോഗത്തിൽ പങ്കെടുത്ത BJP മന്ത്രി നീതി ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ആദ്യം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അതേസമയം BJP സർക്കാരിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഇത് ഹീനമായ കുറ്റകൃത്യം മാത്രമല്ലെന്നും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും സിർസ MP-യുമായ കുമാരി സൽജ കുറ്റപ്പെടുത്തി. കുടുംബത്തിന്റെ പരാതി പോലീസ് അവഗണിച്ചു. പെൺകുട്ടി ഓടിപ്പോയതാകുമെന്നും തിരികെ വരുമെന്നുമാണ് പോലീസുകാർ പറഞ്ഞത്. പോലീസുകാരെ സ്ഥലം മാറ്റിയത് കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. കൊലപാതകികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. ഹരിയാനയിലെ പെൺമക്കൾ സുരക്ഷിതരാണോ എന്നാണ് സംസ്ഥാനം മുഴുവൻ ഇന്ന് ചോദിക്കുന്നത്. BJP സർക്കാർ ഈ ചോദ്യത്തിന് നിർബന്ധമായി ഉത്തരം നൽകണമെന്നും സൽജ പറഞ്ഞു.